നല്ലൊരു ശതമാനം ആളുകൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് എത്രയൊക്കെ മുടി സെറ്റാക്കാൻ നോക്കിയാലും സെറ്റ് ആവത്തില്ല. ഏതൊക്കെ ഹെയർ സ്റ്റൈൽ നോക്കിയാലും മുടി ഇങ്ങനെ പൊങ്ങി 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 നിൽക്കും, ഭയങ്കര വൃത്തികേടായിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം ഞാൻ കമ്മ്യൂണിറ്റി ടാബിലിട്ട പോസ്റ്റിൽ കൂടുതൽ പേരും കമൻസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇതിനൊരു പരിഹാരം പറഞ്ഞു തരാമോ എന്നുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ ഒരു ടിപ്പല്ല 5 ടിപ്സുകളും ഒരു പ്രോ ടിപ്പും ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു ടിപ്പാണ് പ്രോ ടിപ്പ് എന്ന് പറയുന്നത്. ബാക്കിയുള്ള ടിപ്സുകൾ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ്. ഇത് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് മാറ്റം അറിയാനായിട്ട് പറ്റും. ആദ്യം ഈ പ്രശ്നത്തിൻ്റെ കാരണം എന്താണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. ഞാൻ പറയുന്നതിൽ എന്താണ് ഇതിൻ്റെ കാരണം, നിങ്ങൾക്ക് ഇങ്ങനെ വരാനുള്ള കാരണം എന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് പറയാം. ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് മുടി പൊട്ടിപ്പോകലാണ്. എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. എനിക്ക് മുടി മൊത്തത്തിൽ ഊരിപ്പോവുകയും പൊട്ടിപ്പോവുകയും ചെയ്ത സമയത്ത് മുടി ഇങ്ങനെ പാറിപ്പറന്ന് ഇങ്ങനെ മുകളിലോട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഉള്ളതെന്ന് പറയുന്നത് പുതിയ മുടി വളരുമ്പോഴും ഞാൻ ഈ പ്രശ്നം എനിക്കുണ്ടായിരുന്നു. എൻ്റെ പൊട്ടിപ്പോയ ഊരിപ്പോയ മുടിയൊക്കെ തിരിച്ച് വളർന്നു വന്നപ്പോഴും സെയിം പ്രശ്നം തന്നെ ഞാൻ ഫേസ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ അത് കൂടാനുള്ള ഒരു പ്രശ്നമാണ് മുടിയുടെ ഡ്രൈനെസ്. ചില ആളുകൾക്ക് മുടിയുടെ ടെക്സ്ചർ എന്ന് പറഞ്ഞാൽ അവർക്ക് വളരത്തുമില്ല, അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കും, ഭയങ്കര ഡ്രൈ ആയിരിക്കും. അങ്ങനെ മുടി ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു പ്രശ്നം വരാറുണ്ട്. ഇതിലെന്താണ് നിങ്ങളുടെ കാരണം എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യാം. ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് ഹൈഡ്രേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നിങ്ങൾ മുടി കഴുകി കഴിഞ്ഞിട്ട് മുടി നനഞ്ഞ് ചെറിയൊരു ഈർപ്പം ബാലൻസ് നിൽക്കുന്ന സമയത്ത് ഒന്നുകിൽ ഒരു ലിവിൻ ക്രീം യൂസ് ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ ലിവിൻ കണ്ടീഷണർ യൂസ് ചെയ്യാം, അതുമല്ലെന്നുണ്ടെങ്കിൽ ഒരു ഹെയർ സിറം യൂസ് ചെയ്യാം. എനിക്ക് പേഴ്സണലി ഹെയർ സിറം ആണ് ഇഷ്ടം. എൻ്റെ ഫേവറേറ്റ് ഹെയർ സിറം ഏതാണെന്നുള്ളത് ഞാൻ ഒന്നുകിൽ വീഡിയോയിൽ കാണിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോയിൽ തന്നെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഹെയർ സിറം യൂസ് ചെയ്തതിന് ശേഷം എൻ്റെ മുടിക്ക് വന്നിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര വ്യത്യാസമാണ്. എക്സ്പെഷ്യലി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്നിടത്ത് ഈ ഒരു ഹെയർ സിറം പുരട്ടി കൊടുക്കുന്ന സമയത്ത് നന്നായിട്ട് മുടി മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ടുള്ള നല്ല ഹെയർ സിറം ഏതൊക്കെയാണെന്നുള്ളത് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഞാൻ ഉപയോഗിച്ചതിൽ എനിക്ക് ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള ഹെയർ സിറം ആണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ റെക്കമെൻഡേഷനും എനിക്ക് ആവശ്യമാണ്, അപ്പോൾ കമൻറ്റ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങളിത് മുടി ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ചീവി ഇത് ഒതുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എത്രത്തോളം നിങ്ങൾ ശ്രമിക്കുന്നോ അത്രത്തോളം ഈ മുടി കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് ഫ്രിസി ആയിട്ട് വീണ്ടും പൊന്തി നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. നിങ്ങൾ സാധാ ചീപ്പ് ഉപയോഗിക്കുന്നതിന് പകരം മറ്റൊരു ചീപ്പ് ഉപയോഗിക്കുക. അതിന് ബോർ ബ്രിസിൽ ബ്രഷ് എന്ന് പറയും. ഫോട്ടോ ഞാനിവിടെ കൊടുത്തേക്കാം. ഇതെന്ന് പറയുന്നത് സാധാ നമ്മുടെ ഡീറ്റാങ്കിൾ ചെയ്യാൻ വേണ്ടി മുടിയുടെ ജട കളയാൻ വേണ്ടിയിട്ടുള്ള ബ്രഷ് അല്ല ഇതെന്ന് പറയുന്നത് ഈ പ്രശ്നത്തിനും മുടി ഭയങ്കര സോഫ്റ്റ് അല്ലാതെ ഭയങ്കര റഫ് ആയിട്ടുള്ള ആളുകൾക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബ്രഷാണ് ഇത്. നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയറിലുള്ള നാച്ചുറൽ ഓയിൽസ് ഈ പുറത്തോട്ട് കൊണ്ടുവരാനും ഈ മുടി ഒതുങ്ങാനും മുടി സോഫ്റ്റ് ആവാനും സിൽക്കി ആവാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ബ്രഷാണിത്. അപ്പോൾ ഈ പ്രോഡക്റ്റൊക്കെ ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇനി ഈ ബ്രഷ് വാങ്ങിക്കാൻ പറ്റാത്തവർ സാധാരണ ടൂത്ത് ബ്രഷ് വാങ്ങിക്കുക. ടൂത്ത് ബ്രഷ് വാങ്ങിയിട്ട് സെയിം തന്നെ നിങ്ങൾ പെതുക്കെ ഇങ്ങനെ ചീവി കൊടുത്താൽ മതി. ടൂത്ത് ബ്രഷ് വെച്ചിട്ട് നിങ്ങൾ ഇങ്ങനെ ഒതുക്കി കൊടുത്താൽ മതി. ആ മുടി ഒതുങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. ഇനി നിങ്ങളുടെ മുടി ഒട്ടും മാനേജബിൾ അല്ല, ഭയങ്കരമായിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ഒരു മുടിയാണെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഫംഗ്ഷനൊക്കെ പോകുന്ന സമയത്ത്, ഇപ്പം ലോങ് ടൈം നമ്മളിപ്പോൾ ഒരു രാവിലെ പോയിട്ട് രാത്രിയിലൊക്കെ വരുള്ളൂ അല്ലെങ്കിൽ വൈകിട്ടേ വരുള്ളൂ, അങ്ങനെയൊക്കെ ഫംഗ്ഷന് പോകാറില്ലേ. അപ്പം നമുക്ക് നാച്ചുറൽ റെമഡീസ് അത് നിൽക്കുന്നതിനൊരു ടൈം പീരീഡ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇത് വീണ്ടും പഴയതുപോലെ ആവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഒരു ഹെയർ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്യാം. ഈ ഹെയർ സെറ്റിംഗ് സ്പ്രേ ലൈറ്റായിട്ട്, ഒരുപാട് യൂസ് ചെയ്യരുത്, മുടി ഡാമേജ് ആവും. ലൈറ്റായിട്ട് ഹെയർ സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്ത് ഈ ബ്രഷും കൂടി യൂസ് ചെയ്തിട്ട് ഒതുക്കി വെക്കുകയാണെങ്കിൽ ഇത് അവിടെ ഒതുങ്ങിയിരിക്കും. അതല്ലാതെ അർജൻറ്റായിട്ട് നമ്മളൊരു ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് ഫ്ലൈ ഫിക്സ് എന്ന് പറയുന്നത്. അതും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അടുത്തതായിട്ട് തലയണ കവർ അല്ലെങ്കിൽ ബെഡ്ഷീറ്റ്. നമ്മൾ ഉറങ്ങുമ്പോൾ ഒന്നുകിൽ തലയണ വെച്ചിട്ടായിരിക്കും അല്ലെങ്കിൽ ബെഡ്ഷീറ്റ് വിരിച്ചിട്ടായിരിക്കും ഉറങ്ങുന്നത്. അത് കോട്ടൺ ആണെന്നുണ്ടെങ്കിൽ മുടി ഭയങ്കര റഫ് ആവാനായിട്ട് കാരണമായി തീരും. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞാൻ സിൽക്ക് ടൈപ്പ് തലയണ കവറൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇത് മുടി ഭയങ്കര സോഫ്റ്റായിട്ടിരിക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മുടെ മുടിയുടെ ഒരു നാച്ചുറൽ ലുക്കുണ്ട്. നമ്മളിപ്പോൾ ഹെയർ കെയർ ഒക്കെ ചെയ്ത് മുടി ഒന്ന് നാച്ചുറലാക്കി കൊണ്ടുവന്നാലും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് മുടി കോട്ടൺ ബെഡ്ഷീറ്റൊക്കെയാണ് കിടന്നുറങ്ങുന്നതെന്ന് ഉണ്ടെങ്കിൽ മുടി കുറച്ചുകൂടി ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സിൽക്ക് ടൈപ്പ് പില്ലോ കവർ യൂസ് ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. ഇനി നിങ്ങൾ പില്ലോ കവർ ഒന്നും യൂസ് ചെയ്യാൻ താല്പര്യമില്ല, അല്ലെങ്കിൽ ബെഡ്ഷീറ്റൊന്നും സിൽക്ക് ടൈപ്പ് വാങ്ങിക്കാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ഹെയർ ക്യാപ്പ്, നൈറ്റിൽ നമുക്ക് ഉറങ്ങുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റുന്ന ഹെയർ ക്യാപ്പ് ഉണ്ട്, അത് യൂസ് ചെയ്താലും മതി. അത് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പില്ലോ കവറൊന്നും ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ബട്ട് ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് പില്ലോ കവറും കൂടി സിൽക്ക് ടൈപ്പ് ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതാണ്.
കഴിഞ്ഞ കുറേ കാലമായിട്ട് ഞാൻ അതാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മാറ്റം എന്ന് പറയുന്നത് ഭയങ്കര വലുതാണ്. മുടിയുടെ ഭയങ്കര ടെക്സ്ചർ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ചെയ്യും. നിങ്ങൾക്ക് നല്ല ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ പോലും ആ മുടി കുറച്ചുകൂടി സോഫ്റ്റ് ആവാനായിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഹെൽപ്പ് ചെയ്യും. കൂടുതലും കാറ്റും മഴയുള്ള സമയത്തായിരിക്കും ഇങ്ങനത്തെ ഒരു പ്രശ്നം വരാറുള്ളത് അല്ലേ? ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് കാറ്റും മഴയൊക്കെ ഉള്ള സമയത്താണോ മുടി ഇങ്ങനെ കൂടുതലായിട്ട് പൊന്തി വരാറുള്ളത്? അതല്ല വേറെ ഏതെങ്കിലും കാലാവസ്ഥയിലാണെന്നുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനത്തെ കാലാവസ്ഥയിൽ നമുക്കിപ്പോൾ പുറത്തോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ട്, അല്ലെങ്കിൽ മുടി ഒന്ന് ഒതുക്കി മാനേജ് ചെയ്ത് വെക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നുകിൽ ഹെയർ ബാംസ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ആൻറ്റി ഹ്യൂമിഡിറ്റി സ്പ്രേസ് ഒക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നിങ്ങൾക്കിത് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റും. പിന്നെ ഡെഫിനറ്റ്ലി കുഞ്ഞു കുഞ്ഞു മുടികൾ വളർന്നിറങ്ങുമ്പോൾ ഈ പ്രശ്നം മാറും. അപ്പോൾ നല്ലൊരു ഹെയർ കെയർ കൊടുക്കുക. മുടി വളരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഹെയർ കെയർ ചെയ്യുക. അതുകൂടി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ കുഞ്ഞു കുഞ്ഞു മുടികൾ വളർന്നിറങ്ങിയിട്ട് നമുക്ക് ആ ഒരു പ്രശ്നത്തിൽ നിന്ന് ഒരു പരിഹാരം ഉണ്ടാവാനായിട്ട് പറ്റും. പിന്നെ കുറേ പേര് എനിക്ക് ഹെയർ കെയർ റിലേറ്റഡ് കുറേ കമൻറ്റ്സ് എനിക്ക് വരുന്നുണ്ട്. നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ഇട്ട് അനുസരിച്ചിട്ടുള്ള അതിൽ വന്നിട്ടുള്ള കമൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇതുവരെ ഷെയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഹെയർ കെയർ സംബന്ധിച്ച ഡൗട്ട്സ് ഒക്കെ നിങ്ങൾ കമൻ്റ് ആയിട്ട് ചോദിക്കുക. അതൊരു വീഡിയോ ആയിട്ട് തന്നെ ഞാൻ ചെയ്യാം. കാരണം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് എനിക്ക് റിപ്ലൈ തരുന്നതിന് ഒരു പരിധിയുണ്ട്. നിങ്ങളുടെ കറക്റ്റ് ചോദ്യത്തിനുള്ള കറക്റ്റ് ആൻസർ എനിക്ക് ചിലപ്പോൾ അവിടെ തരാൻ പറ്റുമെന്ന് വരത്തില്ല. അപ്പോൾ അതൊരു വീഡിയോ ആയിട്ട് ചെയ്താൽ ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയിരിക്കും. നമ്മുടെ വീഡിയോ തീർന്നിട്ടില്ല. നമ്മുടെ പ്രോ ടിപ്പ് വീഡിയോയിൽ വരുന്നുണ്ട്. അതിന് മുമ്പായിട്ട് വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ പുതിയ വീഡിയോകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻസിലൂടെ ചോദിക്കുക. അപ്പോൾ നമുക്ക് പ്രോ ടിപ്പ് കൂടി ഒന്ന് കാണാം. ഇതുപോലെ കട്ടിയുള്ളൊരു നൂലെടുക്കുക. സാധാരണ നൂലല്ല കേട്ടോ, കുറച്ച് കട്ടിയുള്ളൊരു നൂലായിരിക്കണേ. എന്നിട്ട് നിങ്ങളുടെ മുടി ഇങ്ങനെ പൊങ്ങിയിരിക്കുന്ന ഭാഗത്തെല്ലാം ഈ നൂല് കൊണ്ട് താഴോട്ട് ഇങ്ങനെ കൊണ്ടുവരണം. ഞാൻ വീഡിയോയിൽ അത് കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ മോളിൽ നിന്ന് ഞാൻ വീഡിയോയിൽ നോക്കി ചെയ്യുന്നതുകൊണ്ട് എനിക്കത് അത്ര ക്ലിയർ ആയിട്ട് വരുന്നുണ്ടായിരുന്നില്ല. നിങ്ങൾ കണ്ണാടി നോക്കി ചെയ്യുവാണെങ്കിൽ നല്ലതായിട്ട് റിസൾട്ട് വരും, ഇൻസ്റ്റൻ്റ് ആയിട്ട് റിസൾട്ട് വരും. നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ മുടി പൊങ്ങിയിരിക്കുന്ന ഭാഗമല്ല ഈ നൂല് കൊണ്ട് വളരെ സ്ലോലി ഇങ്ങനെ താഴോട്ട് കൊണ്ടുവരിക. മുടിയൊന്നും പൊട്ടിപ്പോകത്തില്ല, നിങ്ങൾ പേടിക്കേണ്ട, ധൈര്യമായിട്ട് ചെയ്തു. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ മുടി നല്ലതായിട്ട് ഒതുങ്ങിയിരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. അത്യാവശ്യം കുറച്ച് നേരം ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.